أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പടച്ച റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ അഥവാ ചരിത്രം, അതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അബ്ദുൽ മുത്തലിബിൻ്റെ സ്നേഹവും അങ്ങനെ എട്ടാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8ാമത്തെ വയസ്സിൽ അത് തുറന്നാൽ മതി കിട്ടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബിൻ്റെ മരണവും അവിടെ നിന്നോട്ട് അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിൽ അബൂ ത്വാലിബിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിയുകയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മരണസമയത്ത് അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് മുഹമ്മദ് എന്ന ആ ചെറിയ കുട്ടിയുടെ സംരക്ഷണം ഏൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏൽപ്പിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചതിന് എന്നതിന് ഉത്തരമായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയും അബൂ ത്വാലിബും ഒരേ മാതാവിൽ നിന്നുണ്ടായവരാണ് എന്നതാണ്. അഥവാ അബ്ദുള്ളയുടെയും അബൂ ത്വാലിബിൻ്റെയും ഉമ്മയുടെ പേര് ഫാത്തിമ ബിൻത്ത് അംർ എന്നായിരുന്നു. അബ്ദുൽ മുത്തലിബിന് വേറെയും മക്കളുണ്ട്. അതേപോലെ തന്നെ അബ്ദുൽ മുത്തലിബിന് വേറെയും ഭാര്യമാരുണ്ട്. എന്നാൽ അബ്ദുള്ളയുടെയും അബൂ ത്വാലിബിൻ്റെയും ഉമ്മ ഒന്നാണ് എന്നതുകൊണ്ടാണ് ഫാത്തിമ ബിൻത്ത് അംറിനെ അബ്ദുൽ മുത്തലിബ് ഫാത്തിമ ബിൻത്ത് അംർ എന്ന അവരുടെ ഉമ്മ, അതുകൊണ്ടാണ് അബൂ ത്വാലിബിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏൽപ്പിച്ചത് എന്നതാണ് ചരിത്രം പറയുന്നത്. അബൂ ത്വാലിബിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബിൻത്ത് അസദ് എന്നാണ്. അവരുടെ ഗോത്രം ബനു ഹാഷിം ഗോത്രമായിരുന്നു. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർച്ചയിൽ പ്രത്യേകമായ സ്നേഹവും പരിചരണവും നൽകി ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ ഈ ഫാത്തിമ ബിൻത്ത് അസദ് എന്ന അബൂ ത്വാലിബിൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ചരിത്രം പറയുന്നത്. പിന്നീട് അവർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല മരണം വരെ. എന്നാൽ അബൂ ത്വാലിബിൻ്റെ ഭാര്യയായ ഫാത്തിമ ബിൻത്ത് അസദ് ഇസ്ലാം സ്വീകരിക്കുകയും അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനം ആ മഹദിക്ക് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സ്വഹാബ വനിതകളുടെ കൂട്ടത്തിലാണ് അബൂ ത്വാലിബിന്റെ ഭാര്യയായ ഫാത്തിമ ബിൻത് അസദിനെ എണ്ണിയിട്ടുള്ളത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മദീനയിലേക്ക് ഹിജറ പോവുകയും അവിടെ വെച്ച് ഇവരുടെ മകനായ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത ശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഫാത്തിമയോടൊപ്പം അലിയോടൊപ്പം ഈ ഫാത്തിമ ബിൻത് അസദ് എന്ന മഹദിയും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അവർ മദീനയിൽ വെച്ച് മരണപ്പെടുകയാണ്. ഏകദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 56-ാമത്തെ വയസ്സ് പ്രായമുള്ളപ്പോൾ, അഥവാ റസൂലുള്ളാഹിക്ക് 56 വയസ്സായിരുന്നു ഫാത്തിമ ബിൻത് അസദ് മരണപ്പെടുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ മരണത്തിൽ വല്ലാതെ ദുഃഖിച്ചു എന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വേദനയുണ്ടായി. ചരിത്രത്തിൽ ആ രംഗം ഇങ്ങനെ കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്, അൽയൗമ മാതത്ത് ഉമ്മി റഹിമഹുല്ലാ, ഇന്ന് എൻ്റെ ഉമ്മ മരണപ്പെട്ടു, അള്ളാഹു അവർക്ക് കരുണ ചെയ്യട്ടെ. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദൈർഘ്യമേറിയ ദുആ, ദീർഘമായ പ്രാർത്ഥന ഫാത്തിമ ബിൻത് അസദിനു വേണ്ടി നിർവഹിച്ചുവെന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രവുമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെയുള്ള ജീവിതകാലത്തിനിടയിൽ ഇവരുടെ ഖബർ ഇടയ്ക്കിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കുമായിരുന്നു, സിയാറത്ത് ചെയ്യുമായിരുന്നു എന്നതാണ്. നമ്മൾ മനസ്സിലാക്കി, അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ മക്കയിൽ വെച്ച് തന്നെ ഇസ്ലാം സ്വീകരിച്ചുവെങ്കിലും അബൂ ത്വാലിബ് ജീവിതാവസാനം വരെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. തനിക്ക് താങ്ങും തണലുമായി, തൻ്റെ എല്ലാ രംഗങ്ങളിലും തനിക്ക് സഹായിയായി തന്നോടൊപ്പമുള്ള അബൂ ത്വാലിബ്, ആ അബൂ ത്വാലിബ് മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ആരോടായി പറയുന്നത്? തനിക്കെല്ലാ സഹായങ്ങളും തനിക്ക് താങ്ങും തണലുമായി തന്നെ സംരക്ഷിച്ച് തന്നെ സ്നേഹിച്ച് ഒരു വേള അബൂ ത്വാലിബിന്റെ മറ്റു മക്കളെക്കാളേറെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്ത, എല്ലാ രംഗത്തും സംരക്ഷണമായി നിന്ന അബൂ ത്വാലിബിന്റെ മരണരംഗം ചരിത്രത്തിൽ ഹദീസിന്റെ രംഗത്ത് ഹദീസിൽ നമ്മൾ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അശ്ഹദു ലക ബിഹാ യൗമൽ ഖിയാമ, തീർച്ചയായും ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറയും അല്ലാഹുവോട്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും. ആ സമയത്ത് അബൂ ത്വാലിബ് പറഞ്ഞു, ലൗലാ അൻ തുഅയ്യിറനി ഖുറൈശുൻ യഖൂലൂന ഇന്നമാ ഹമലഹു അലാ ദാലികൽ ജസഉ ലഅഖറർതു ബിഹാ ഐനക, തീർച്ചയായും ഖുറൈശികൾ എന്നെ കുറ്റപ്പെടുത്തുമെന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദേ, നിന്റെ കണ്ണിന് ആനന്ദം നൽകുന്ന ആ വാചകം ഞാൻ പറയുമായിരുന്നു എന്ന് അബൂ ത്വാലിബ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ഈ അവസാന സമയത്തെങ്ങാനും ഞാൻ ലാ ഇലാഹ ഇല്ലെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അവരെന്നെ സ്നേഹിക്കുകയും അവരെന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ അവസാന സമയത്ത് അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറ്റപ്പെടുത്തില്ലായിരുന്നുവെങ്കിൽ ആ കുറ്റപ്പെടുത്തുന്നതിന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ടാണ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തത് എന്ന് പറയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ കരയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വേദനിക്കുന്നുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്.
എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. മുഹമ്മദ് നബിയെ, നീ ഇഷ്ടപ്പെടുന്നവരെ നേർമാർഗത്തിലാക്കാൻ, ഹിദായത്തിലാക്കാൻ നിനക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ തീരുമാനം വേണം, പടച്ച റബ്ബിന്റെ ഉദ്ദേശം വേണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിക്കുകയാണ്. അങ്ങനെ മുസ്ലിം ആവാതെയാണ് അബൂ ത്വാലിബ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്, വിട ചോദിച്ചത് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അബൂ ത്വാലിബിന്റെ ഭാര്യ മുസ്ലിമായി, പക്ഷെ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂ ത്വാലിബിന്റെ മക്കളുണ്ടായിരുന്നു. അബൂ ത്വാലിബിന് 6 മക്കളായിരുന്നു. ഒന്നാമത്തെ മകന്റെ പേരായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അലി റളിയല്ലാഹു അൻഹു അബൂ ത്വാലിബിന്റെ മകനാണ്. അതേപോലെ തന്നെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, അതോടൊപ്പം അഖീൽ ഇബ്നു അബീ ത്വാലിബ്, താലിബ് ഇബ്നു അബീ ത്വാലിബ്, ഉമ്മു ഹാനി ബിൻത് അബീ ത്വാലിബ്, ജുമാന ബിൻത് അബീ ത്വാലിബ്. 2 പെൺമക്കളും 4 ആൺമക്കളുമായിരുന്നു അബൂ ത്വാലിബിനുണ്ടായിരുന്നത്. ഇതിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം, പ്രഗത്ഭനായ സ്വഹാബിയാണ്. ചെറുപ്രായത്തിൽ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുവെന്ന പേര് കിട്ടിയ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുകയും പ്രവാചകനിൽ വിശ്വസിച്ച ആദ്യത്തെ കുട്ടി എന്ന പേര് ലഭിക്കുകയും ചെയ്ത മഹാനായ സ്വഹാബിയാണ് അലി റളിയല്ലാഹു അൻഹു. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ വിവാഹം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ച ഒരു മഹാനായ സ്വഹാബിയാണ്. ഇസ്ലാമിലെ ആദ്യ സംഘം ഹിജ്റ പോകുന്ന ഒരു രംഗമുണ്ട് അബിസീനയിലേക്ക്. അതിന്റെ നേതാവായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെയാണ്. അതേപോലെ തന്നെ അബൂ ത്വാലിബിന്റെ മക്കളിൽ ഇസ്ലാം സ്വീകരിച്ച മറ്റൊരാളാണ് അഖീൽ ഇബ്നു അബീ ത്വാലിബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏകദേശം 10 വയസ്സിന് മേലെയായിരുന്നു അദ്ദേഹം എന്നും ചരിത്രം പറയുന്നുണ്ട്. 4ാമത്തെ മകനാണ് താലിബ് ഇബ്നു അബീ ത്വാലിബ്. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ ഇസ്ലാം സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിഭാഗം ആളുകളും പറയുന്നത് അബൂ ത്വാലിബിന്റെ 4ാമത്തെ മകനായ താലിബ് ഇബ്നു അബീ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. അല്ലാഹു ആലം. 5ാമത്തെ മകളാണ് ഉമ്മു ഹാനിയും. അതേപോലെ തന്നെ അബൂ ത്വാലിബിന്റെ മറ്റൊരു മകളാണ് ജുമാന. ഇവർ പിന്നീട് മുസ്ലിമാകുന്നുണ്ട്, ഇവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇവരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അബൂ ത്വാലിബിന്റെ വീട്ടിലെ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അബൂ ത്വാലിബിന്റെ വീട്ടിലെ ഭൂരിഭാഗം ആളുകളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിന്റെ വീട്ടിൽ ജീവിക്കുകയാണ്, അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിൽ. നേരത്തെ നമ്മൾ പറഞ്ഞു, ജനിക്കുന്ന സമയത്ത് വാപ്പയില്ല. 6ാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു. ഏറെ സ്നേഹിച്ചു വളർത്തിയ വല്ലിപ്പ 8ാമത്തെ വയസ്സിൽ മരിച്ചു. പിന്നീട് അല്ലാഹുവിന്റെ പ്രവാചകനെ ഏറ്റെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് അബൂ ത്വാലിബ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അലം യജിദക യതീമൻ ഫആവാ. പ്രവാചകരെ, താങ്കളെ യതീമായി കണ്ടു, ആരുമില്ലാത്തവനായി കണ്ടു, അല്ലാഹു അഭയം നൽകിയില്ലേ എന്നതാണ്. ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാപ്പയില്ല എന്നൊരു കുറവോ അതേപോലെ തന്നെ ഉമ്മയില്ല എന്നൊരു വേദനയോ ഇല്ലാത്ത രൂപത്തിൽ തന്നെ അബൂ ത്വാലിബും അബൂ ത്വാലിബിന്റെ ഭാര്യയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു പോന്നു എന്നതാണ്. ശരി, അബൂ ത്വാലിബിന്റെ വീട്ടിൽ അബൂ ത്വാലിബിനോടൊപ്പം നമ്മൾ കാണുന്ന മറ്റൊരു ചരിത്രമുണ്ട്. അബൂ ത്വാലിബിന്റെ വീട്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു വരുമ്പോ അവിടെ ഒരു സംഭവം നടക്കുകയാണ്. അഥവാ മക്കയിൽ ശക്തമായ വരൾച്ച ബാധിക്കുകയാണ്. അവിടെ എല്ലാവരും പട്ടിണിയിലായി, വലിയ പ്രയാസത്തിലായി. അപ്പൊ ഖുറൈശികളായ ആളുകൾ പറഞ്ഞു, നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാം. അങ്ങനെ എല്ലാവരും കഅബാലയത്തിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അതിന് തൊട്ടടുത്തുള്ള വിശാലമായ ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ചു കൂടി. ആ സമയത്താണ് അബൂ ത്വാലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ കൈ പിടിച്ചു വരുന്ന രംഗം ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, അങ്ങനെ വരുമ്പോഴേക്കും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് അങ്ങോട്ട് വരുമ്പോഴേക്കും ആ മുഹമ്മദ് നബിക്ക് മേലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോൾ ആ പ്രവാചകന്റെ മേലെ കാർമേഘം വരികയും അങ്ങനെ മേഘശൂന്യമായിരുന്ന ആകാശം മേഘങ്ങളെ കൊണ്ട് നിറയുകയും അങ്ങനെ ശക്തമായ മഴ പെയ്യുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. വീണ്ടും മറ്റൊരു സംഭവം കൂടെ അബൂ ത്വാലിബിന്റെ കൂടെ ജീവിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 12ാമത്തെ വയസ്സിൽ കാണാൻ കഴിയും. ഇതൊക്കെ വിശദീകരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൃത്യമായി സനദോടുകൂടെ ഹദീസിൽ വന്ന കാര്യങ്ങളൊന്നല്ല, അന്ന് ജീവിച്ച അറബികൾ രേഖപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പലതും ഒരു പക്ഷേ നമ്മുടെ വിശ്വാസപരമായോ കർമ്മപരമായോ നേരിട്ട് ബന്ധമില്ല എന്നതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം എന്നതാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും ഈ വിഷയത്തിലുള്ള നിലപാട് എന്നുകൂടെ ഈ വിഷയങ്ങൾ പറയുമ്പോൾ, ഈ സംഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ശരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 12ാമത്തെ വയസ്സിൽ ഒരു സംഭവം നടക്കുകയാണ്. ബഹീറ സംഭവം എന്നാണ് ആ സംഭവത്തിന്റെ പേര്. കച്ചവട യാത്രയിൽ ഒരു യഹൂദി പുരോഹിതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞ പ്രവാചകനാണ്, ഇത് വരാൻ പോകുന്ന മുൻകാല വേദഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പറയപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകനാണ് എന്ന് ഒരു പുരോഹിതൻ തിരിച്ചറിഞ്ഞ രംഗം, തിരിച്ചറിഞ്ഞ സന്ദർഭം, അതിനെയാണ് ചരിത്രത്തിൽ ബഹീറ സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 12ാമത്തെ വയസ്സ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 12ാമത്തെ വയസ്സ്, അവിടെ നിന്ന് ഷാമിലേക്ക് ഒരു കച്ചവട സംഘം പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. എല്ലാവരും കച്ചവടം, പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, വർഷത്തിൽ ഒരിക്കൽ വലിയ ഒരു കച്ചവട സംഘവും അതേപോലെ തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം അത്ര വലുതല്ലാത്ത സാധാരണ പോലെയുള്ള കച്ചവട സംഘങ്ങളും അവിടെ നിന്ന് പുറപ്പെടാറുണ്ട്, ഷാമിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ. എന്നാൽ ഇപ്പോ ഇവിടുന്ന് പുറപ്പെടുന്നത് വലിയൊരു കാഫില, കച്ചവട സംഘം ഷാമിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് അബൂ ത്വാലിബാണ് അതിന്റെ നേതാവ്. അബൂ ത്വാലിബ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കച്ചവടത്തിന് വേണ്ടി പോകാറുള്ളൂ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അബൂ ത്വാലിബ് പോകുന്നു എന്നറിഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വേദനയായി, വല്ലാത്ത സങ്കടമായി. അബൂ ത്വാലിബിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകണം. 12 വയസ്സുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ആ കാഫിലയോടൊപ്പം, ആ സംഘത്തോടൊപ്പം പോകാൻ വല്ലാത്ത ആഗ്രഹമേറുകയാണ്. മാത്രവുമല്ല, അബൂ ത്വാലിബിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിരിഞ്ഞിരിക്കാനും പ്രയാസമുണ്ട്. അങ്ങനെ അബൂ ത്വാലിബിന്റെ അടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ആവശ്യപ്പെടുകയും എന്നെ കൂടെ കൊണ്ടുപോകണം. സ്വാഭാവികമായും ആദ്യമൊന്നും സമ്മതിച്ചില്ല എന്നാണ്. കാരണം കച്ചവട യാത്രയിൽ ഉണ്ടാകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപകടങ്ങൾ ഉണ്ടാവാം, അപകട മരണങ്ങൾ ഉണ്ടാകാം, അസുഖങ്ങൾ വന്നേക്കാം, ദീർഘമായ യാത്രയാണ്, ഒരു മാസങ്ങൾക്ക് ശേഷമേ തിരിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടിയെ കൊണ്ടുപോയാൽ ഒരുപക്ഷെ അപകടമുണ്ടായേക്കാം എന്ന പേടിയിൽ അബൂ ത്വാലിബ് ആദ്യം പിന്മാറുകയും, എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്രമേലുള്ള നിർബന്ധം കാരണം അബൂ ത്വാലിബ് അവസാനം സമ്മതിക്കുകയും അങ്ങനെ ഖുറൈശി കച്ചവട സംഘം ഷാമിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ ഷാമിലേക്കുള്ള സംഘം മുന്നോട്ട് പോയി. അങ്ങനെ പോയി ജെറൂസലമിനടുത്ത ബുസ്ര എന്ന സ്ഥലത്ത് അവർ തമ്പടിച്ചു. ആ കച്ചവട സംഘത്തിന്റെ നേതാവ് അബൂ ത്വാലിബാണ്. ആ കച്ചവട സംഘത്തിൽ അവിടെയുള്ള ധാരാളം കച്ചവടക്കാരുണ്ട്. അങ്ങനെ അതിൽ മുഹമ്മദ് നബി എന്ന 12കാരനുണ്ട്. മുഹമ്മദ് നബിയുടെ 12 വയസ്സിൽ നടന്നൊരു സംഭവം എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെ അവർ പോയി ബുസ്ര എന്ന സ്ഥലത്ത് തമ്പടിച്ചു. അങ്ങനെ തമ്പടിക്കാനുള്ള കാരണം യാത്രക്കിടയിൽ ഭക്ഷണത്തിനും ഒരു ചെറിയ ടൗണായിരുന്നു ബുസ്ര എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവിടെ സാധാരണ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടാറുണ്ട്, അവിടെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമായി കാണാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആ ബുസ്രയിൽ അവരിറങ്ങുകയും ഭക്ഷണം പാകം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. അതിന്റെ തൊട്ടടുത്ത് ഇവർ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയ ആ സ്ഥലത്ത് അവിടെ ഒരു കുന്നിന്റെ മുകളിൽ ഒരു ക്രിസ്ത്യൻ മഠമുണ്ടായിരുന്നു. ആ ക്രിസ്ത്യൻ മഠത്തിൽ ഒരു പുരോഹിതൻ താമസിച്ചിരുന്നു.
അദ്ദേഹത്തിന്റെ പേരാണ് ബഹീറ എന്ന്. മറ്റൊരു പേര് ചരിത്രത്തിൽ പറയുന്നത് ബുഹൈറ എന്നും അദ്ദേഹത്തിന്റെ പേരായി അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു വേദ പണ്ഡിതനായിരുന്നു എന്നതാണ്. മുൻകാല വേദഗ്രന്ഥങ്ങളെ കുറിച്ച്, ഇഞ്ചീലിനെ കുറിച്ച്, തൗറാത്തിനെ കുറിച്ചൊക്കെ വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള, വളരെ ആഴത്തിൽ പഠനം നടത്തിയ ഒരു വേദ പണ്ഡിതനായിരുന്നു ഈ ബുഹൈറ എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വകാന ബുഹൈറ ഖദ് അഖദ ഇൽമൻ കസീറൻ മിനൽ കുതുബ്. മുൻകാല വേദഗ്രന്ഥങ്ങളെ കുറിച്ച് വലിയ അറിവുള്ള ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ യാത്രാ സംഘം പുരോഹിതന്റെ ആ മഠത്തിന്റെ അടുത്ത് തമ്പടിക്കുകയും അവിടെ ഇറങ്ങുകയും ചെയ്തു. നസലു ഫവഖഫു. അവർ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി ആ യാത്രാ സംഘം അവിടെ നിർത്തി അവിടെ ഇറങ്ങുകയാണ്. ആ സമയത്ത് വളരെ അകലെ നിന്നും ഈ യാത്രാ സംഘത്തെ ഈ പുരോഹിതൻ കാണുകയാണ്. ആ പുരോഹിതൻ ഈ യാത്രാ സംഘത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരു രംഗമുണ്ടായി. ഈ യാത്രാ സംഘം ഇങ്ങനെ വരുമ്പോ ഒരു പ്രത്യേകമായ ഒരു മേഘം ഈ യാത്രാ സംഘത്തിന് തണലിട്ട് കൊടുക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഈ യാത്രാ സംഘത്തിന് പ്രത്യേകമായ ഒരു തണൽ, മേഘം തണലിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അങ്ങനെ ആ യാത്രാ സംഘത്തിന് തണൽ നൽകിക്കൊണ്ട് ഒരു കാർമേഘം അവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. അങ്ങനെ അവരിവിടെ നിർത്തിയപ്പോ, അവരിവിടെ ഇറങ്ങിയപ്പോ ആ തണലും അവിടെ അവസാനിക്കുകയാണ്, ആ കാർമേഘവും അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അങ്ങനെ യാത്രാ സംഘം ഒരു വൃക്ഷത്തിന്റെ അടിയിൽ പോയി നിന്നു, വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി നിന്നു. അപ്പോ ആ കാർമേഘം, ആ തണൽ അവിടെ നിൽക്കുകയും ആ വൃക്ഷത്തിന്റെ ചില്ലകൾ അവർക്ക് തണലായി വളഞ്ഞു കൊടുക്കുകയും ചെയ്തുവെന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ശ്രദ്ധിച്ചിങ്ങനെ നോക്കിയപ്പോൾ ഒരു ബാലനെ മാത്രം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമാണ് ആ തണലിങ്ങനെ വരുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കണ്ടപ്പോൾ ഫലമ്മാറ ആദാലിക ബുഹൈറ അലിമ അന്നഹു നബിയ്യുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടപ്പോൾ ബുഹൈറക്ക് മനസ്സിലായി അദ്ദേഹം ഇനി വരാനിരിക്കുന്ന വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകനാകാൻ സാധ്യതയുള്ള ഒരാൾ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ബുഹൈറ എന്ന് പറയുന്ന വേദ പണ്ഡിതനെ കുറിച്ചാണ് പറയുന്നത്. ഈ സംഘം വരുന്നത് കണ്ടപ്പോൾ തന്നെ, വളരെ അകലെ നിന്നും കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ആ കാർമേഘമിട്ട ആ തണൽ, അതേപോലെ തന്നെ അവരുടെ ആ പ്രത്യേകമായൊരു അത്ഭുതകരമായ രംഗങ്ങളൊക്കെ കണ്ടപ്പോ അവിടെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, ഇത് തീർച്ചയായും വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ വേദക്കാരെ കുറിച്ച് പറയുന്നൊരു ഒരു വാചകം സൂറത്തുൽ ബഖറയിലെ 146-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ആ രംഗം ഇങ്ങനെയാണ് വിശദീകരിച്ചത്: അല്ലദീന ആതൈനാഹുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. അവർക്ക് പ്രവാചകനെ അറിയാം, സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ വേദക്കാരായ ആളുകൾക്ക് മുഹമ്മദ് നബിയെ അറിയാം. എന്നിട്ട് പറഞ്ഞു, വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. പക്ഷെ അവർ ഭിന്നിച്ചു പോവുകയാണ് ചെയ്തത്. സത്യം അറിഞ്ഞുകൊണ്ട് അവർ മൂടിവെച്ചതാണ്. ഇത് മുഹമ്മദ് നബിയാണ്, അവസാന പ്രവാചകനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ ആ സത്യത്തെ അവർ മൂടിവെച്ചതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അങ്ങനെ ഈ പുരോഹിതന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ വീണ്ടും വന്നാൽ അദ്ദേഹം ഇങ്ങനെ ഈ രംഗങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്. ആ യാത്രാ സംഘം ഇങ്ങനെ വരുന്നത്, ആ കാർമേഘം ഇങ്ങനെ തണലിട്ട് കൊടുക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ പെടാണ്. അങ്ങനെ ഇവര് ഇങ്ങനെ ഒരു മരത്തിന്റെ താഴെ ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ വേണ്ടി കാത്തിരിക്കാണല്ലോ. അപ്പോഴാണ് ഫജാഅഹുമുർ റാഹിബ്, ഈ പുരോഹിതനായ ആള് ഇവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ഫസനഅ ലഹും തആമൻ. അങ്ങനെ ഈ പുരോഹിതൻ ഇവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ തരാം. ഇന്ന് നിങ്ങൾ എന്റെ ഗസ്റ്റുകളാണ്, നിങ്ങൾ എന്റെ വിരുന്നുകാരാണ്. അതുകൊണ്ട് വഖാല ലഹും യാ മഅശറ ഖുറൈശ് ഇന്നി ഖദ് സനഅതു ലക്കും തആമൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭക്ഷണം തയ്യാറാക്കാം.
നിങ്ങളിപ്പോ ഭക്ഷണമൊന്നും തയ്യാറാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു എന്നാണ്. എന്നിട്ട് പറഞ്ഞു ഫഉഹിബ്ബു അൻ തഹ്ദുറു കുല്ലുക്കും കബീറുക്കും വസഗീറുക്കും വഅബീദുക്കും, നിങ്ങളിലെ എല്ലാവരും ചെറുപ്പക്കാരും അതേപോലെ തന്നെ വലിയ മൂപ്പന്മാരും അടിമകളുമൊക്കെ ഞാൻ ക്ഷണിക്കുന്ന ആ വിരുന്നിൽ പങ്കെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവരെ ഈ പുരോഹിതൻ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ആ സമയത്ത് ഖുറൈശികൾ ആദ്യം എതിർപ്പ് പറഞ്ഞു എന്നാണ്. അവർ പറഞ്ഞു, യാ ബുഹൈറ വല്ലാഹി ഇന്ന ലനാ ഫീ ദാലിക മിനശ് ശുഗ്രി മാ യക്ഫീനാ, ഞങ്ങൾക്ക് വലിയ തിരക്കാണ്, അതുകൊണ്ട് തൽക്കാലം ഞങ്ങളിപ്പോ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കഴിയുന്നത്ര ഒഴിവാകാൻ ശ്രമിച്ചു എന്നാണ്. പക്ഷേ ബഹീറയുടെ നിർബന്ധം അവർ സമ്മതിച്ചു. ബഹീറയുടെ നിർബന്ധം അവസാനം അവർ സമ്മതിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തെന്നറിയോ? കൂട്ടത്തിലെ ഏറ്റവും ചെറുതായ ബാലനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ മരത്തിന്റെ അടുത്തുള്ള കുതിരപ്പുറത്ത് ഇരുത്തുകയും മുഹമ്മദ് നബിയെ കൊണ്ടുപോവാതെ അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അതിന്റെ കാരണമൊക്കെ അവർ പറയുന്നത്, ഒരാൾ ക്ഷണിച്ച കുടുംബം അങ്ങനെ തന്നെ പോകണത് ശരിയല്ലല്ലോ, അതുകൊണ്ട് കുറച്ചുപേർ അവിടെ നിൽക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ മുഹമ്മദ് നബിയെയും വേറെ കുറച്ചുപേരെയും അവിടെ നിർത്തി എന്ന് പറയുന്നു. അതല്ല, കൂട്ടത്തിൽ ഏറ്റവും ചെറിയയാൾ എന്നുള്ള നിലക്ക് അവരുടെ മറ്റു സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് നബിയെ അവിടെ നിർത്തിയത് എന്നും അവിടെ പറയുകയാണ്. സ്വാഭാവികമായും എന്തിനാണ് ബഹീറ അല്ലെങ്കിൽ ബുഹൈറ ഇവരെ ഭക്ഷണത്തിന് ക്ഷണിച്ചത്? ഒരു ഭക്ഷണം കൊടുക്കാനുള്ള പൂതി കൊണ്ടൊന്നല്ല, പിന്നെന്തിനാണ്? താൻ നിരീക്ഷിച്ചപ്പോ, താൻ നോക്കിയപ്പോ ചില അത്ഭുതങ്ങൾ കണ്ടു. തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അതിലൊരു പ്രവാചകനുണ്ട്. പക്ഷെ അത് ആരാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ആ പ്രവാചകന്റെ അടയാളം, താൻ ആ അത്ഭുതങ്ങൾ കണ്ടത് ഇതിലാരാണ് എന്ന് മനസ്സിലാക്കാൻ, നേർക്കുനേരെ തൊട്ടടുത്തിരുത്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബുഹൈറ ഭക്ഷണത്തിന് ക്ഷണിച്ചത്. പക്ഷേ ചെന്നപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൂട്ടത്തിലില്ല. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഇവരെ നന്നായി നിരീക്ഷിച്ചു എന്നാണ്, ഈ സംഘത്തെ നന്നായി നിരീക്ഷിച്ചു. പക്ഷേ ബുഹൈറക്ക് കാണാൻ കഴിഞ്ഞില്ല. ഫനദറ ബുഹൈറ ഫിൽ ഖൗം, നന്നായി നിരീക്ഷിച്ചു ഇങ്ങനെ ആ ജനതയെ അല്ലെങ്കിൽ ആ ആളുകളെ നന്നായി നോക്കി. പക്ഷേ ഫലം യറാ തിൽകൽ അലാമത്തല്ലതി യഅരിഫുഹാ ഫിൽ കുതുബ്, പ്രവാചകത്വത്തിന്റെ അടയാളമായി താൻ മുൻ വേദഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുള്ള ഒരടയാളമുള്ള ഒരാളും ആ കൂട്ടത്തിൽ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, യാ മഅശറ ഖുറൈശ്, ഏ ഖുറൈശികളെ, ലാ യതഖല്ലഫന്ന അഹദുൻ അൻ തുആമി, ഞാൻ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോ നിങ്ങൾ എല്ലാവരും വന്നോ? ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? അവർ പറഞ്ഞു, ഫഖാലു ലം യതഖല്ലഫ് ഇല്ലാ ഗുലാമുൻ സഗീറുൻ ഫിർ റാഹില, ഒരു കുട്ടി മാത്രം അവിടെ ഉണ്ട്, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അവനെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ കുട്ടിയെ വിളിക്കൂ. ഉദ്ഉഹു ഫജാഅ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുട്ടിയെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ ആ കുട്ടി ആ മഠത്തിലേക്ക്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഠത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. അങ്ങനെ മുഹമ്മദ് നബി എന്ന ആ ചെറിയ ബാലനെ കണ്ടപ്പോ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് ഈ ബഹീറ ഈ കുട്ടിയുടെ എല്ലാ രംഗങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്, നന്നായി ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഈ കുട്ടിയോട് കുറെ നേരം സംസാരിച്ചു. സംസാരത്തിന്റെ ആദ്യത്തിൽ അദ്ദേഹം ഈ ബുഹൈറ എന്ന് പറയുന്ന ഈ പുരോഹിതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്നാണ്, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നീ ശരിയായ ഉത്തരം പറയണം. ഇത് കേട്ടപ്പോ ആ ബാലൻ പറഞ്ഞു എന്നാണ്, ഞാൻ ലാത്തയെയും ഉസ്സയെയും പിടിച്ച് സത്യം ചെയ്യൂല, ഞാൻ അള്ളാഹുവിനെ മാത്രം പിടിച്ച് സത്യം ചെയ്യുള്ളൂ എന്ന് ആ ബാലൻ പറഞ്ഞു എന്നാണ്. സ്വാഭാവികമായും അവിടെ നിന്ന് അങ്ങോട്ട് ചോദിക്കാൻ ആവശ്യപ്പെടുകയും കുറെ കാര്യങ്ങൾ, ഇദ്ദേഹത്തിന്റെ ഉറക്കം, ഈ കുട്ടിയുടെ ഭക്ഷണ രീതി, സ്വഭാവം ഓരോന്നായി ചോദിക്കുകയും ആ ചോദ്യത്തിൽ നിന്നും ഓരോ കാര്യങ്ങൾ ഇദ്ദേഹത്തെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തുവെന്നാണ്. അവസാനം അതിനിടയിൽ ബുഹൈറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറം ഭാഗത്തുകൂടെ കൈകൊണ്ട് തടവിയപ്പോ അവിടെ മനസ്സിലായി, പ്രവാചക മുദ്ര അദ്ദേഹത്തിന് മനസ്സിലാവുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ഈ കാര്യം ഇദ്ദേഹത്തിന് തിരിച്ചറിയുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ആ സമയത്ത് ഇദ്ദേഹം ചോദിച്ചു എന്നാണ്, അബൂ താലിബിനോട് ചോദിച്ചു, ഇതാരാണ് ഈ കുട്ടി? മാ ഹാദൽ ഗുലാമു മിൻക, ഈ കുട്ടി ആരാണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ മകനാണ്, ഇബ്നി,
എന്റെ മകനാണെന്ന് അബൂ താലിബ് മറുപടി പറഞ്ഞു. ആ സമയത്ത് ബുഹൈറ പറഞ്ഞു, മാഹുവ ബിബിനിക്, നിന്റെ മോനല്ല എന്ന് എനിക്കറിയാം, ഇത് നിന്റെ മോനല്ല. വമാ യംബഗി ലിഹാദൽ ഗുലാം അൻ യകൂന അബൂഹു ഹയ്യ, ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാൻ പാടില്ല, ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാൻ വഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അബൂ താലിബ് പറഞ്ഞതാണ്, ഹുവ ഇബ്നു അഖി, അവൻ എന്റെ സഹോദരപുത്രനാണ്, എന്റെ മോനെ പോലെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് എന്ന് പിന്നെ അദ്ദേഹം പറയുകയും ആ സമയത്ത് ബുഹൈറ പറഞ്ഞു, ഖദ് സദഖ്ത, താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു, ഫർജഅ ബിഹി ഇലാ ബലദിഹി, അതുകൊണ്ട് ഇപ്പോൾ തന്നെ താങ്കൾ പിന്നെ പോകണം, താങ്കൾ ഈ നാട് വിട്ട് ഫർജഅ ബിഹി ഇലാ ബലദിഹി വഹ്സർ അലൈഹി മിനൽ യഹൂദ്, എത്രയും വേഗം താങ്കൾ നാട്ടിലേക്ക് പോകണം, ഇവിടെ നിൽക്കാൻ പാടില്ല, ഈ കുട്ടിയെ കൊണ്ട് നിങ്ങൾ ഇനി ഷാമിലേക്ക് പോകണ്ട, കാരണം വഹ്സർ അലൈഹി മിനൽ യഹൂദ്, ജൂതന്മാരിൽ നിന്നും ഈ കുട്ടിയെ താങ്കൾ സംരക്ഷിക്കണം, കാരണം വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് അറിയുകയും അങ്ങനെയുള്ള ഒരു പ്രവാചകനെ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജൂതന്മാർ, അതുകൊണ്ടൊരു കാരണവശാലും നിങ്ങൾ ഷാമിലേക്ക് പോകരുത് എന്ന് പറയുകയും എന്നിട്ട് പറഞ്ഞു, ഫവല്ലാഹി ലഇൻ റഅൗ മിൻഹു മാ റഅയ്തു ലയബ്ഗുന്നഹു ശർറൻ ഫഇന്നഹു കാഇനുൻ ലഹു ശഅനുൻ അളീം, തീർച്ചയായും ഞാൻ ഈ കുട്ടിയിൽ കണ്ടത് അവർ കണ്ടിരുന്നുവെങ്കിൽ, അഥവാ ജൂതന്മാർ കണ്ടിരുന്നുവെങ്കിൽ അവർ ഈ കുട്ടിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തുമായിരുന്നു, അവർ അപകടത്തിൽപ്പെടുത്തുമായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് പറഞ്ഞു, ഹാദാ സയ്യിദുൽ ആലമീൻ ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ യബ്അസുഹുല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ. ബുഹൈറ പറഞ്ഞു എന്നാണ്. അപ്പൊ അബൂ താലിബ് ചോദിക്കുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടിൽ കാണുന്നു, നിങ്ങളൊക്കെ പറയാൻ നിങ്ങൾ എങ്ങനെയാണ് ഇത് പറയുന്നത്, ഇതാരാണെന്നാണ് നിങ്ങൾ പറയണത്? അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞത്, ഇത് ഒരു ലോകത്തിന്റെ നേതാവാണ്, ഇത് റസൂലാണ്, അള്ളാഹു റഹ്മത്തുൽ ലിൽ ആലമീനായി നിയോഗിക്കാൻ പോകുന്ന ഒരു പ്രവാചകനാണ് എന്ന് അവിടെ വെച്ച് ബുഹൈറ പറഞ്ഞുവെന്ന് ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോ ഫഖാല ലഹു അശ്യാഖ് ഖുറൈശ് വമാ ഇൽമുക, നിനക്കതെങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്ന് ചോദിക്കാണ്. അപ്പോ ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങൾ ആ ചുരത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് അവിടെയുള്ള ഈ കുട്ടിക്ക് സാഷ്ടാംഗം ചെയ്യുന്ന സുജൂദ് ചെയ്യുന്ന കല്ലുകളെ ഞാൻ കണ്ടു. അതേപോലെ തന്നെ അങ്ങനെ ആ കല്ലുകൾ ഒരു പ്രവാചകന് മാത്രമേ സുജൂദ് ചെയ്യുകയുള്ളൂ എന്നെനിക്കറിയാം എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം അവിടെ വർത്തമാനം പറയുകയും മാത്രവുമല്ല, അവന്റെ ചുമലിന് കീഴെയുള്ള പ്രവാചക മുദ്രയാൽ ഞാൻ അവനെ തിരിച്ചറിഞ്ഞു, അതൊരു ആപ്പിളിനെ പോലെയുണ്ട് എന്ന അർത്ഥത്തിൽ അതിനുപമിച്ചുകൊണ്ട് അദ്ദേഹം വർത്തമാനം പറഞ്ഞു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുട്ടിയുമായി വേഗം മക്കയിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് ഈ ബുഹൈറ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. പറഞ്ഞതിന്റെ ചുരുക്കത്രയേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ജൂതന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവാചകനെ കുറിച്ചറിയാം, പ്രവാചകന്റെ അടയാളങ്ങൾ അറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ബുഹൈറ ഈ ബാലനിൽ, ഈ 12 വയസ്സുകാരനായ മുഹമ്മദിൽ കാണുകയും അങ്ങനെ ഇത് വരാനിരിക്കുന്ന ഒരു പ്രവാചകനാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് ഇമാം തുർമുദി ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാത്ത മറ്റു ചില പണ്ഡിതന്മാരൊക്കെയും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ചില പണ്ഡിതന്മാർ ഇത് സ്വഹീഹല്ല, ഇത് ദുർബലമാണ് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾ പറഞ്ഞിട്ട് ബഹുഭൂരിഭാഗം ആളുകളും പറയുന്നത് ഇത് വിശ്വാസപരമായോ കർമ്മപരമായോ ബാധിക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു ചരിത്രം എന്നുള്ള നിലക്ക് നമുക്കതിനെ കാണാം എന്നാണ് പറയുന്നത്. ഇതിന്റെ ബാക്കി ഭാഗത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. അവിടെ നിന്ന് അബൂ താലിബ് പിന്നെ വേറെ 2-3 ആളുകളെ കൂട്ടി മുഹമ്മദ് നബിയെ വേഗം മക്കയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പോകേണ്ട താമസം ഒരല്പസമയം കഴിയുമ്പോഴേക്കും അവിടെ ജൂതന്മാരായ ആളുകൾ അന്വേഷിച്ചു വന്നു. എന്നിട്ട് ബുഹൈറയോട് ചോദിച്ചു, നിങ്ങൾക്കെന്തെങ്കിലും ഇവിടെ അത്ഭുതകരമായ രംഗങ്ങൾ കാണാൻ കഴിഞ്ഞോ, അങ്ങനെയുള്ള പ്രത്യേകമായ അടയാളങ്ങളുള്ള ആരെങ്കിലും ഇവിടെ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബുഹൈറ പറയുന്നുണ്ട്, ഇല്ല, ആരും ഇവിടെ വന്നിട്ടില്ല. അപ്പോ വീണ്ടും ഇവർ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് തീർച്ചയായും അതിന്റെ വിവരം ലഭിച്ചിട്ടുണ്ട്, ഈ അടുത്തെത്തിയിട്ടുണ്ട് എന്നവർ പറയുകയും നിങ്ങൾക്ക് തോന്നിയതാവാം, നിങ്ങൾ തിരിച്ചുപോയിക്കോ എന്ന് പറഞ്ഞ് ബുഹൈറ അവരെ തിരിച്ചയക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറംഭാഗത്ത് ഈ തോൾഭാഗത്തായി ഒരു പ്രവാചക മുദ്രയുണ്ടായിരുന്നു എന്നതാണ്.
അവസാന പ്രവാചകനാണ് എന്നും അത് പ്രവാചകനാണ് എന്നും തിരിച്ചറിയാനുള്ള ഒരു പ്രവാചക മുദ്രയുണ്ടായിരുന്നു. ഒരു മഹാനായ സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ആ രംഗവും വായിക്കാൻ കഴിയും. മദീനയിൽ വെച്ചാണ് ആ സ്വഹാബി പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്, നളർതു ഇലാ ഖാതമിൻ നുബുവത്തി ബൈന കത്തിഫൈഹി മിസ്ല സിർനിൽ ഹജല, ഞാൻ നബിയുടെ രണ്ട് ചുമലുകൾക്കിടയിൽ പ്രവാചക മുദ്ര കണ്ടു, അത് മാംസമുള്ള ഒരു ചെറിയ കുരു പോലെയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക മുദ്രയെക്കുറിച്ചാണ് ആ ഭാഗം വിശദീകരിക്കുന്നത്. ഇതാണ് ബഹീറ സംഭവം എന്ന രൂപത്തിൽ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയ ജീവിതം നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ ഇടയ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്റെ ആട്ടിടയ ഒരു കാലഘട്ടം വളരെ മനോഹരമായ രൂപത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ പിന്നെ വലിയ തിന്മകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ വളർന്നിട്ട് പോലും വളരെ കൃത്യമായി അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്താൽ വളരുകയും അതേപോലെ തന്നെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുകയും ചെയ്ത ഉത്സവ രംഗങ്ങളിലേക്ക് പോകാൻ അവസരം ലഭിച്ചപ്പോൾ അവിടേക്ക് എത്താതെ പ്രവാചകനെ അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്ത രംഗങ്ങൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ ഈ അബൂ താലിബിന്റെ കൂടെ ജീവിക്കുന്ന സമയത്താണ് ഫിജാർ യുദ്ധങ്ങളും ഹിൽഫുൽ ഫുദൂലും അഥവാ പ്രവാചകന്റെ 15ാമത്തെയും പ്രവാചകന്റെ 20ാമത്തെയും വയസ്സിൽ നടന്ന രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ഫിജാർ യുദ്ധം, മറ്റൊന്ന് ഹിൽഫുൽ ഫുദൂൽ. ഇതൊക്കെ കുറച്ചധികം വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് കേൾക്കാനും അറിയാനും പറയാനും ആ പ്രവാചകനോടുള്ള ഹുബ്ബ് വർദ്ധിപ്പിക്കാനും ഈ വിശദീകരണങ്ങളും ചർച്ചകളും ഒരു കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം മുക്കിത്തരുമ്പോൾ ആ ഹൗദിന്റെ വെള്ളം കുടിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകനോടൊപ്പം, പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹികളോടൊപ്പം ആ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ പലരുടെയും വാപ്പമാർ, ഉമ്മമാർ, വല്യപ്പമാർ, വല്യമ്മമാർ, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, നീ അവർക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലും ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ പിശാചിന്റെ ഷർറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഇണകളെയും കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന ആ മഹാസൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും നാഥ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. നമ്മളൊക്കെ ഇന്നലെ കേട്ട ആ സംഭവം, ആക്സിഡന്റിലൂടെ നമ്മളെപ്പോലെ ഇങ്ങോട്ട് ജോലി തേടി വരികയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നതിനിടയിൽ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ അസ്ഹർ എന്ന് പറയുന്ന 34കാരനാണ്. നമ്മളെപ്പോലെയുള്ള പലരുടെയും പ്രായം, അല്ലെങ്കിൽ നമ്മുടെ അനുജനായി നിൽക്കേണ്ട പ്രായം. അതിനിടയിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി കഴിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ തിന്മകളോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി അദ്ദേഹത്തിന് സ്വർഗീയ ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നതിനപ്പുറമാണ് അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ക്ഷമിച്ചേ പറ്റൂ, സഹിച്ചേ പറ്റൂ. അള്ളാഹു ക്ഷമിക്കുവാനും സഹിക്കുവാനും ഒക്കെയുള്ള ആ മഹാകഴിവ് നൽകിയ കുടുംബത്തിന്, അവരുടെ ഇണക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള അപകട മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഏതേത് സമയത്ത് മരണപ്പെടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരണപ്പെടുന്ന
ആ മഹാസൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.